ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതി പല കേസിലും ടെനന്റിന് എവിക്ഷൻ റെന്റ് കൺട്രോൾ കോടതി വിധിച്ചാൽ തന്നെ ആ ടെനൻസി അവസാനിക്കുന്നു എന്നും അതുമൂലം ആ വിധി വന്ന അന്ന് മുതൽ എഗ്രീഡ് റെന്റ് അല്ല മീൻ പ്രോഫിറ്റ്, അതായത് കെട്ടിടത്തിന് കിട്ടേണ്ട വാടക നൽകണമെന്നും അത് അപ്പീൽ കോടതി അപ്പീൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഉത്തരവാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് വളരെ നഷ്ടമുണ്ട്. ഈ കേസ് ഡ്രാഗ് ചെയ്ത് പോകുന്ന സമയത്ത് കെട്ടിട ഉടമയ്ക്ക് ന്യായമായ പ്രതിഫലം ലഭിക്കുന്നില്ല, അതുകൊണ്ട് അത് കൊടുത്തു വേണം ഇത് അഡ്മിറ്റ് ചെയ്യാൻ എന്ന് പല കോടതികളിലും പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട്. ആ വിധികളെ പറ്റിയാണ് ഇന്ന് ഒന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യമായി മാർഷൽ സൺസ് ആൻഡ് കമ്പനി ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് സാഹി ഒറിട്രൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, AR 1999 സുപ്രീം കോർട്ട് 882 1919 ടു SCC 325 ഈ സൈറ്റേഷനാണ്. അതായത് അതിനകത്ത് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, ദ റെസ്പോണ്ടൻസ് ആർ ഡയറക്റ്റഡ് ടു പേ ദ മെയിൻ പ്രോഫിറ്റ്സ് or compensation at the rate of ₹10 per square feet from 1984 till today. അതായത് കേസ് തുടങ്ങി അന്ന് മുതൽ, അത് കേസ് തുടങ്ങി അന്നല്ല, കേസ് ലോവർ കോടതി വിധിച്ചന്ന് മുതൽ അതോടുകൂടി ടെനൻസി ടെർമിനേറ്റഡ് ആയി. പിന്നീടുള്ള കേസ് ഡ്രാഗ് ഓൺ ചെയ്ത സമയത്ത് കെട്ടിട ഉടമയ്ക്ക് ന്യായമായ വാടക കിട്ടേണ്ടതായിരുന്നു എന്നുള്ള കണക്കൂട്ടൽ 99 ഈ കേസ് സുപ്രീം കോടതി വിധിച്ചെന്ന് അന്ന് 84 റെന്റ് കൺട്രോൾ കോടതി എവിക്ഷൻ വിധിച്ച അന്ന് മുതൽ ₹10 പെർ സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ പറഞ്ഞു. ആൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് 20 ഫ്രം ടുഡേ ടിൽ ഡിസ്പോസൽ ഓഫ് ദ സൂട്ട്. എവിക്ഷൻ നടക്കുന്നവരെ ₹20, അതായത് ഈ വിധിച്ച അന്ന് വരെ 99 വരെ സ്ക്വയർ ഫീറ്റിന് ₹10, അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ഫീറ്റിന് ₹20 വെച്ച് കൊടുക്കാനായിട്ടാണ് ഉത്തരവ്. വൈൽ മേക്കിംഗ് ദിസ് പേയ്മെന്റ് ദ പേയ്മെന്റ്സ് ഓൾറെഡി മെയ്ഡ് ഷാൽ ബി അഡ്ജസ്റ്റഡ്. എന്തെങ്കിലും രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിന് അഡ്ജസ്റ്റ് ചെയ്യാനും പറഞ്ഞു. സോ ഫാർ ആസ് ദ അരിയേഴ്സ് ആർ കൺസേൺ, ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ 12 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. അത് 12 മാസത്തെ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുക്കാനും പറഞ്ഞു. അടുത്തതാണ് ആത്മാറാം പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് ഫെഡറൽ മോട്ടോഴ്സ് ലിമിറ്റഡ്, ഫെഡറൽ ബാങ്ക് അല്ല. അത് 2005 1 SCC 705 ആണ് അതിൻ്റെ സൈറ്റേഷൻ. 2005 SCC വോളിയം 1 705 ആത്മാറാം പ്രോപ്പർട്ടീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് കേസാണ്. അത് പല കേസുകളിലും ഇത് സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 3 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു. വൈൽ പാസിംഗ് ആൻ ഓർഡർ ഓഫ് സ്റ്റേ, ദ അപ്പലേറ്റ് കോർട്ട് ഡസ് നോട്ട് ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു പുട്ട് ദ ആപ്ലിക്കന്റ് ഓൺ സച്ച് റീസണബിൾ ടേംസ് ആസ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഒപ്പീനിയൻ റീസണബിളി compensate the decree holder for loss occasioned by the delay in execution of decree of the grant of stay order. സ്റ്റേ ഓർഡർ കൊടുക്കുമ്പോൾ ഈ മറ്റേയാൾക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കണം. ഇൻ ദ ഇവന്റ് ഓഫ് അപ്പീൽ ബീങ് ഡിസ്മിസ്ഡ് ആൻഡ് ഇൻ സോ ഫാർ ആസ് ദോസ് പ്രൊസീഡിങ്സ് ആർ കൺസേൺ സച്ച് ടേംസ് നീഡ്ലെസ് ടു സ്റ്റേ ഷാൽ ബി റീസണബിൾ ആയിട്ടുള്ള റെന്റ് വേണം ഇത് നിശ്ചയിച്ച് കൊടുക്കാൻ. In case of premises governed by the provisions of Delhi, ഇത് ഡൽഹിയിലുണ്ടായ കേസാണ്, ഡൽഹി റെന്റ് കൺട്രോൾ ആക്ട്, in view of the definition of term contained in section 2 of the act, tenancy which terminates with the passing of the decree of eviction. അതായത് ഡിഗ്രി ഓഫ് എവിക്ഷൻ വരുന്നതോടുകൂടി ഈ ടെനൻസി ടെർമിനേറ്റഡ് ആവും. With effect from that date, the tenant is liable to pay mean profit or compensation for use and occupation of the premises at the same rate at which the landlord would have been able to let out the premises and earn rent if the tenant would have vacated the premises.
ആ എവിക്ഷൻ ഓർഡർ വന്നതോടുകൂടി ടെനൻറ്റ് വെക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ലാൻഡ് ലോർഡിന് കെട്ടിടം മറ്റൊരാൾക്ക് കൊടുത്താൽ കിട്ടാമായിരുന്ന വാടക എത്രയാണോ, the landlord is not bound by the contractual rate of rent effective for the period preceding the date of decree. A date of decree, ആ ലോവർ കോഡിൻ്റെ ഡേറ്റ് ഓഫ് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് റെൻറ്റിൽ ലാൻഡ് ലോർഡ് ബൗണ്ട് അല്ല. ഇതാണ് ഈ ആത്മാറാം കേസിൽ പറഞ്ഞത്. ഒരു കാര്യം കൂടെ പറഞ്ഞു, the doctrine of merger does not have effect of postponing the date of termination of tenancy. അതായത് ഡോക്ട്രിൻ ഓഫ് മെർജർ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സിനെല്ലാം അറിയാം, പിന്നെ അല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിച്ചത്, അതായത് ഒരു കേസിൻ്റെ അപ്പീൽ പോകുമ്പോൾ ആ സമയം അവസാന വിധിയാണ് താഴത്തെ കോടതിയുടെ വിധിയായിട്ട് മെർജ് ചെയ്യും. അതായത് അവസാന വിധി വരുമ്പോഴാണ് ആ വിധി വരുന്നത് എന്നൊരു പ്രിൻസിപ്പിൾ നമ്മുടെ ലോയിലുണ്ട്. ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയില്ല എന്നും കൂടെ ഈ ആത്മാറാം പ്രോപ്പർട്ടീസിന് സുപ്രീം കോടതി പറഞ്ഞു. The doctrine of merger does not have effect of postponing the date of termination of tenancy merely because decree for eviction stands merged in the decree passed by the superior forum on a later date. അതാണ് ആത്മാറാം പ്രോപ്പർട്ടീസിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നീട് 2005 ആയിരുന്നു. 2008 പ്രദീപ് കുമാർ വേഴ്സസ് സഹാരി ലാൽ AR 2008 SC സുപ്രീം കോർട്ട് 1689, പിന്നെ 2008 3 SCC 299. ഇങ്ങനെ 2 സൈറ്റേഷനുണ്ട്. അതിനകത്തും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ വാല്യുവേഷൻ റിപ്പോർട്ട് ബൈ രാജേന്ദ്ര ആര്യ എന്ന് പറഞ്ഞ ഒരാളുടെ വാല്യുവേഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ദ ഫാക്ട് ദാറ്റ് ദ റെന്റ് ഓഫ് ദ പ്രൊമൈസസ് വാസ് ഫിക്സ്ഡ് അറ്റ് ₹600 per month 18 years ago. Interim mean profit at the rate of 4,000 per month cannot be said to be excessive. അതായത് 800 രൂപ ആയിരുന്നത് 4,000 രൂപ ആക്കി കൊടുത്തത് കൂടുതലാണ് എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. യു ഓൾസോ സീ from a bare reading of the record that the appellant has managed to delay the eviction proceedings for more than 15 years by resorting to tactics which are clearly unacceptable. അതായത് ടെനന്റ് ഈ കേസ് ഡ്രാഗ് ഓൺ ചെയ്ത് 15 years നീട്ടിയത് ആക്സെപ്റ്റബിൾ അല്ല എന്നും ഈ 600 രൂപ എന്നുള്ള വാടക വളരെ കുറവാണെന്നും മീൻ പ്രോഫിറ്റ് 4,000 രൂപ ആക്കി കൊടുക്കാനായിട്ട് ഒരു വാല്യൂർ കെട്ടിടത്തിൻ്റെ വാല്യൂ സിവിൽ എഞ്ചിനീയർ വാല്യൂ ചെയ്തിട്ട് അതിന് വാടക 4,000 രൂപ കിട്ടാമെന്നുള്ള റിപ്പോർട്ട്. അത് കൂടുതലല്ല. കാര്യം 600 ഏകദേശം 7 ഇരട്ടി അത് വാടക കൊടുത്തത് അത് അന്യായമൊന്നുമല്ല എന്നും കൂടെ ഈ പ്രദീപ് കുമാർ വേഴ്സസ് ഹജാരി ലാൽ എന്ന കേസിൽ 2008 പറഞ്ഞു. അത് കഴിഞ്ഞ് 2010 അതും ഒരു ഇമ്പോർട്ടൻ്റ് കേസാണ്. സൂപ്പർമാക്സിൻ്റെ കേസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 2010 SCC അല്ല AR 2010 SC സുപ്രീം കോർട്ട് 722 അല്ലെങ്കിൽ 2009 SCC 772. അതായത് 2010 SCC AR 2010 SC 722, 2009 SCC 772. അതിനകത്ത് പറയുന്നത് an appeal or revision preferred by a tenant against an order of decree of a eviction passed under Rent Control Act is open to appellate or revisional court to stay the execution of the order or decree on terms. അതായത് മേളത്തെ കോടതി ഇത് ഒരു എവിക്ഷൻ പെറ്റീഷൻ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ
കണ്ടീഷൻ വെച്ചിട്ട് ഇൻക്ലൂഡിങ് എ ഡയറക്ഷൻ ടു പേ മന്ത്ലി റെന്റ് അറ്റ് എ റേറ്റ് ഹയർ ദാൻ ദ കോൺട്രാക്ച്വൽ റെന്റ്. കോൺട്രാക്ച്വൽ റെന്റിനേക്കാളും കൂടിയ ഒരു റെന്റ് ഫിക്സ് ചെയ്ത് വേണം ഈ സ്റ്റേ കൊടുക്കാൻ. അതായത് എക്സിക്യൂഷൻ സ്റ്റേ ചെയ്യാനായിട്ട്. അതായത് വിധി വന്നു കഴിഞ്ഞാൽ ആ അപ്പീൽ പോകുമ്പോൾ ആ അപ്പീൽ സ്റ്റേ ചെയ്യുന്നത് ഒരു ന്യായമായ വാടക നൽകിക്കൊണ്ട് വേണം അത് സ്റ്റേ ചെയ്യാൻ. Needless to say that fixing the amount subject to payment of which the execution of the order or decree is stayed, the court would exercise restraint and would not fix an excessive, fanciful or punitive amount. അതായത് അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു മര്യാദ കാണിക്കണമെന്ന്. അതായത് വളരെ കൂടുതൽ റെന്റോ ഒരു ഫാൻസിഫുൾ എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു തുകയോ ഒന്നും ഫിക്സ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത് പോലെ ഒരു വാടകയും ഫിക്സ് ചെയ്യാൻ പാടില്ല. യൂണിറ്റീവായിട്ടുള്ള റെന്റും ഫിക്സ് ചെയ്യാൻ പാടില്ല. വളരെ കുറവാണെങ്കിൽ ഒരു വളരെ ന്യായമായ എന്നാൽ അതിൽ വളരെ ഒരു വലിയ തുക അല്ലാതെ ഒരു തുക ഫിക്സ് ചെയ്യണം എന്നാണ് ഈ സൂപ്പർമാക്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് സൂപ്പർമാക്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കേസിനകത്ത് പറഞ്ഞത്. അത് 2010 പറഞ്ഞു. 2010 2009 പറഞ്ഞു. 2008 ഇനി 2014 ആക്മി കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ വേഴ്സസ് ഭാരത് പെട്രോളിയം. ഇതാണ് അടുത്ത കേസ്. ഒരു 4 വർഷം കൂടെ കഴിഞ്ഞു. 4 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ in order to balance the equity and justice, a reconstruction formula to be adopted, and therefore we have accepted the suggestion made by the council of the appellant that a sum of 75,364 be paid every month by the contesting respondent. അതായത് വാടകക്കാരൻ 75,364 രൂപ വെച്ച് വാടക കൊടുക്കാനായിട്ട് പറഞ്ഞു. അതിന്റെ ടോട്ടൽ എമൗണ്ട് അക്രോസ് ഫ്രം 1/8/2020 to 31/12/2012 at this rate would be 1,12,29,236 രൂപ വരും. Against the appropriate amount of 6 crores which would accrue if the decree towards mean profit passed in favor of the appellant is to be calculated. 6 ലക്ഷത്തിന് പകരം ഈ 1,00,000 1 കോടി രൂപ, ഒരു 6 കോടിക്ക് പകരം 1,12 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കേസാണ് ഈ മീൻ പ്രോഫിറ്റിന്റെ കാര്യത്തിൽ. ഇത് ലക്ഷ്മി ചൗധരി വേഴ്സസ് സാഹിബ് സിംഗ് ചൗധരി 2019 4 SEC 617. അതിനകത്ത് കൂടിയ വാടക കെട്ടിവെക്കാനായിട്ട് കോടതി പറഞ്ഞു. അതനുസരിച്ച് 10 ലക്ഷം രൂപയോളം ഒരു 15,000 രൂപ പെർ മന്ത് വാടക വെച്ച് കെട്ടിവെച്ചു. എന്നാൽ അത് സ്റ്റേ ചെയ്തു. കാരണം അതിൻ്റെ 2 നിലയുണ്ടായിരുന്നു. അതിൻ്റെ താഴത്തെ നില ലാൻഡ് ലോർഡിൻ്റെ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ മൂലം ലാൻഡ് ലോർഡിൻ്റെ എക്സിക്യൂഷൻ പെറ്റീഷൻ മൂലം അത് താഴത്തെ നില വിട്ടുകൊടുക്കേണ്ടി വന്നു. കോടതി വിടിച്ചു കൊടുത്തു. അപ്പോൾ മുകളിലത്തെ നിലയ്ക്ക് മാത്രമായിട്ട് 15,000 വേണ്ട, 6,000 രൂപ വെച്ചിട്ട് മാത്രം മതി എന്ന് പറഞ്ഞു. അതായത് സിൻസ് ദ റെസ്പോണ്ടന്റ് ലാൻഡ് ലോർഡ് ഹാസ് റീസെൻ്റ്ലി ടേക്കൺ ദ ബേസ്മെന്റ് ഓഫ് ദ tenanted premises by filing execution petition, the appellant tenant is directed to pay to 6,000 for use and occupation of the second floor. അതായത് 15,000 വെച്ച് വേണ്ട, താഴത്തെ നില പോയത് സ്ഥിതിക്ക് മുകളിലത്തെ നിലയ്ക്ക് 6,000 രൂപ വെച്ച് കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായി. അതും സുപ്രീം കോടതിയാണ്. അടുത്തത് 2022 മാർട്ടിൻ ആൻഡ് ഹാരിസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് രാജേന്ദ്ര മേത്ത 2022 4 KHC ഷോർട്ട് നോട്ട് 18 അല്ലെങ്കിൽ 2022 സുപ്രീം കോർട്ട് 3287 3287 AR 2022 സുപ്രീം കോർട്ട് 3287.
അല്ലെങ്കിൽ 2022 8 SEC 527. ഇതാണ് അതിൻ്റെ സൈറ്റേഷൻ. അത് റെന്റ് കൺട്രോൾ ലോയിൽ തന്നെയാണ്. ആഫ്റ്റർ പാസിംഗ് ദ ഡിഗ്രി ഓഫ് എവിക്ഷൻ ദ ടെനൻസി ടെർമിനേറ്റ്സ്. അതായത് താഴത്തെ കോടതിയുടെ വിധി, അതായത് മുനിസിപ്പൽ കോടതിയുടെ വിധി വരുമ്പോൾ ടെനൻസി ടെർമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫ്രം ദ സെറ്റ് ഡേറ്റ് ദ ലാൻഡ് ലോർഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ മീൻ പ്രോഫിറ്റ് ഓർ കോമ്പൻസേഷൻ ഡിപ്രൈവിംഗ് ഹിം ഫ്രം ദ യൂസ് ഓഫ് ദ പ്രമൈസസ്. അന്ന് മുതൽ ഉപയോഗിക്കാൻ ലാൻഡ് ലോർഡിന് അവകാശമുണ്ട്. അത് ഡിപ്രൈവ് ചെയ്യുന്നതിന് അതിന് കോമ്പൻസേഷൻ അത് മീൻ പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കണം. അല്ലാതെ എഗ്രീഡ് റെന്റ് പോരാ എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞത്. അത് പാരഗ്രാഫ് 11 അത് പറഞ്ഞിരുന്നത്. The basis of determination of amount of mean profit depends upon the factual circumstances of each case. ഓരോ കേസിലെ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് ഈ മീൻ പ്രോഫിറ്റ് കണക്ക് കൊടുക്കണം. കൺസിഡറിങ് ദ പ്ലേസ് വേർ ദ പ്രോപ്പർട്ടി is situated, that is village or city or metropolitan city location, nature of the premises, that is whether it is commercial or residential, and are at the rate of rent prevalent on such premises, can be let out, and are guiding factors in the facts of individual case. ഓരോ കേസിൽ അത് ഡിറ്റർമൈൻ ചെയ്ത് റെന്റ് തീരുമാനിക്കേണ്ടതാണ്. അതാണ് മാർട്ടിൻ ആൻഡ് ഹാരിസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് രാജേന്ദ്ര മേത്ത എന്ന കേസിൽ 2022 പറഞ്ഞത്. ഈ 2022 തന്നെ സുപ്രീം കോടതി ഹീര ട്രേഡ്സ് വേഴ്സസ് കമല ജെയിൻ എന്നൊരു കേസും കൂടെ ഉണ്ട്. ഈ ഹീര ട്രേഡ്സ് വേഴ്സസ് കമല ജെയിൻ എന്നുള്ള AR 2022 സുപ്രീം കോർട്ട് 1377. അതിനകത്ത് പറഞ്ഞത് AR 2022 സുപ്രീം കോർട്ട് 1377. The tenant is obliged not only when a suit or other proceeding is filed by the landlord to deposit the amount in terms of section, but he is compelled by law even after an order of eviction has been passed against him, and when he challenges the decree or order of eviction by way of an appeal or other proceedings. അതായത് റിട്ടായിട്ട് 227 അനുസരിച്ച് പോയാലും to deposit within 1 month the institution of the appeal or other proceedings the amount equal to rent കെട്ടിവെക്കാനായിട്ട് ഈ ടെനന്റ് ബാധ്യസ്ഥനാണ്. അഡ്മിറ്റഡ് റെന്റ് കെട്ടിവെക്കാനായിട്ട് ഈ റിവിഷൻ സ്റ്റേജിലും ഈ ടെനന്റ് ബാധ്യസ്ഥനാണ് എന്നാണ് ഈ കേസിനകത്ത് പറഞ്ഞത്. അത് പാരഗ്രാഫ് 25 27 അത് പറയുന്നു. അഡ്മിറ്റഡ് റെന്റ് കെട്ടിവെക്കാതെ അപ്പീലോ റിവിഷനോ നടത്താൻ പാടില്ല. ത്രൂ ദ പ്രൊസീഡിങ്സ് by the landlord on any grounds under section 12, അതായത് എവിക്ഷൻ സൂട്ട് നടക്കുമ്പോൾ the tenant is obliged to deposit the amount of rent. Failure to do so would attract section 13(6), and it is open to court to strike off defense and proceed further in the matter. ആ റെന്റ് കൺട്രോൾ ആക്ടിൽ 13 ഈ അഡ്മിറ്റഡ് റെന്റ് കെട്ടിവെക്കാനുള്ളത്. അതുകൊണ്ട് ആ 13(6) അനുസരിച്ച് ഉള്ള പ്രൊസീഡിങ്സും, അതായത് സ്ട്രൈക്കിംഗ് ഓഫ് ദ ഡിഫൻസ് ആൻഡ് പുട്ട് ദ ലാൻഡ് ലോർഡ് ഇൻ പൊസഷൻ അതിലേക്ക് വരും. ഇപ്രകാരം ഈ അഡ്മിറ്റഡ് റെന്റ് കെട്ടിവെക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ എക്സിക്യൂഷൻ പെറ്റീഷൻ നിർത്താൻ സ്റ്റേ കിട്ടുന്നില്ല. അതിന് സ്റ്റേ കിട്ടിയാൽ മാത്രമേ എക്സിക്യൂഷൻ പെറ്റീഷൻ സ്റ്റേ ആവുള്ളൂ. The mere payment of amount in terms of section 13 would not shelter the tenant who has filed a revision from being proceeded against in execution of the decree. പാരഗ്രാഫ് 46, 47, 48 എന്നുള്ള ആ പാരഗ്രാഫുകളിലാണ് ഈ കാര്യം പറയുന്നത്. ഇത് പറയുന്നത് ഹീര ട്രേഡ്സ് വേഴ്സസ് കമല ജെയിൻ 2022. അടുത്ത സുമീർ കോർപ്പറേഷൻ വേഴ്സസ് അജയ് ആനന്ദ് ഗംഗൻ AR 2022 സുപ്രീം കോർട്ട് 57-56. അതാണ് അടുത്ത കേസ്. അതിനകത്ത് പറഞ്ഞത് ഇൻ എ റിവിഷൻ or appeal preferred by the tenant who has suffered an eviction decree, the
appellate or revisional court, while staying the eviction decree, can direct the tenant to pay the compensation for use and occupation of the tenancy premises upon the contractual rate of rent, and such compensation for use and occupation of the premises would be at the same rate at which the landlord would have been able to let out the premises and earn rent if the tenant would have vacated the premises. ടെനന്റ് വെക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ലാൻഡ് മറ്റൊരാൾക്ക് ആ കെട്ടിടം ഏത് വാടകയ്ക്ക് കൊടുക്കാമായിരുന്നോ ആ വാടക വെച്ച് കിട്ടാനായിട്ട്, അതായത് എവിക്ഷൻ ഓർഡർ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ആ കിട്ടാമായിരുന്ന റെന്റ് കൊടുക്കാൻ ഈ ടെനന്റ് ബാധ്യസ്ഥനാണ് എന്നാണ് സുമീർ കോർപ്പറേഷൻ വേഴ്സസ് വിജയ് ആനന്ദ് ഗംഗൻ എന്ന കേസിലും സുപ്രീം കോടതി പറഞ്ഞത്. പിന്നീട് ഒരു കേസ് മാത്രമേ ഇത് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി കണ്ടുള്ളൂ. അത് 2011 താലിഷ് വേഴ്സസ് ബിനു രാജ്. ഈ താലിഷ് വേഴ്സസ് ബിനു രാജിൽ പറഞ്ഞ 2011 3 KLT 857 അല്ലെങ്കിൽ 2011 3 KHC 144, ഈ 2 സൈറ്റേഷനാണ് അതിനുള്ളത്. അത് അതിനകത്ത് പറയുന്നത് അപ്പലേറ്റ് അതോറിറ്റി ഷാൽ ഹിയർ ദ പെറ്റീഷൻ, അതായത് താഴേക്ക് വിട്ടു. ഹൈക്കോടതി ഈ കേസ് ഡിസ്ട്രിക്ട് കോടതിയിലേക്ക് വിട്ടിട്ട് ഡിസ്ട്രിക്ട് കോടതിയോട് ഒരു ഡയറക്ഷനാണ് കൊടുത്തത്. ദ അപ്പലേറ്റ് അതോറിറ്റി ഷാൽ ഹിയർ ദ പെറ്റീഷണർ ആൻഡ് റെസ്പോണ്ടന്റ് ആൻഡ് കൺസിഡർ ദ ക്വസ്റ്റ്യൻ വെദർ ദ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ ഈസ് ടു ബി ഇമ്പോസ്ഡ് ഓൺ ദ ടെനന്റ് സോ ദാറ്റ് റൈറ്റ്സ് ഓഫ് ദ പെറ്റീഷണർ, അതായത് ലാൻഡ് ലോർഡ്, to get reasonable rent during the pendency of the appeal is not put in jeopardy. അതായത് അപ്പീൽ ചെന്ന് റിവിഷൻ അവിടെ ചെന്നിട്ട് ഇത് റിമാൻഡ് ചെയ്ത് താഴത്തെ കോടതിയിലേക്ക് വിടുമ്പോൾ ആ താഴത്തെ കോടതി, അതായത് ഡിസ്ട്രിക്ട് കോടതി, ആ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ന്യായമായ റെന്റ് കിട്ടാനുള്ള ലാൻഡ് ലോർഡിന്റെ അവകാശം സംരക്ഷിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് എന്നാണ് ഈ 2011 3 KLT 857 താലിഷ് വേഴ്സസ് ബിനുരാജ് എന്ന കേസിൽ പറഞ്ഞത്. അതായത് ഈ കേസുകളെല്ലാം പറയുന്നത് മുനിസിപ്പൽ കോടതിയുടെ വിധി എവിക്ഷൻ ആണെങ്കിൽ അതിന് അമ്മയുടെ അപ്പീൽ പോകുമ്പോൾ ന്യായമായ വാടക കൊടുത്തുകൊണ്ട് വേണം ഈ ടെനന്റ് അപ്പീൽ കേസുകൾ നടത്താൻ എന്നുള്ളതാണ് ഈ കേസുകളിലെല്ലാം സുപ്രീം കോടതി നമ്മുടെ ഈ കേസിൽ ഹൈക്കോടതി പറഞ്ഞത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.